أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 52ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് പാരായണം പരിശീലിക്കുന്ന തദ്രീബ് ആയിരക്കണക്കായ ആളുകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും തദ്രീബ് ക്ലാസ്സിലെ പഠിതാക്കളായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുഅ്മിനീങ്ങൾക്കും വിശുദ്ധ ഖുർആനിൻ്റെ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം വളരെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത്. റബീഉൽ അവ്വൽ തദ്രീബിലെ ഒരാളെയും അല്ല, ലോകത്തെ തന്നെ ഒരാളെയും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. ഈ ലോകത്തെ തന്നെ പടയ്ക്കാൻ, സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉ, ആ റബീഉൽ അവ്വലിൽ ആണ് നമ്മളുള്ളത്. റബീഉൽ അവ്വൽ മാസം വന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വയ്ക്കുന്ന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ഖ് വയ്ക്കുന്ന, പ്രിയം വയ്ക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ, സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരുടെയും ഖൽബിൽ, ഹൃദയത്തിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും, വല്ലാത്തൊരു ആഹ്ലാദമായിരിക്കും. സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. ഈ അടുത്ത കാലത്തായി അങ്ങനെ റബീഉൽ അവ്വൽ വരുമ്പോൾ പ്രത്യേകിച്ച് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനൊന്നുമില്ല. അതൊക്കെ തനിച്ച ബിദ്അത്തും കുഫ്റും ശിർക്കും ഒക്കെയാണ് എന്നൊക്കെ പറയുന്ന വിവരമില്ലാത്ത സാധുക്കളായ കുറച്ച് ആളുകളുണ്ടല്ലോ. അവരും കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നത് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ എല്ലാ മുഅ്മിനീങ്ങളുടെയും മനസ്സിൽ ആഹ്ലാദം അലതല്ലും എന്നായിരുന്നു. അവരവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റബീഉൽ അവ്വൽ എന്നതാണ് ഇതിനു കാരണം എന്നുവരെ അവർ എഴുതി വെച്ചു. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയുമാണ്. പറഞ്ഞു വന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷം കൊണ്ട്. കാരണം ഈ ലോകത്തെ, പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണഭൂതരായ, നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടി തന്ന, അങ്ങോട്ട് പോവരുതേ, അത് നരകമാണേ, അത് നരകത്തിലേക്കുള്ള വഴിയാണേ, നിങ്ങൾ ഇതിലേ പോകാവൂ, ഇതാണ് നേറുവഴി എന്ന് മനുഷ്യരാകുന്ന നമ്മളോട് അറിയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അവസാന നബി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കി. ആ നബിതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് കൊണ്ട് നമുക്ക് ശരിയും തെറ്റും, കല്ലും നെല്ലും അല്ലേ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ നമ്മെ ജീവിപ്പിച്ച് ആ നബിയെ നന്നായി പിന്തുടർന്ന് മരണപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. അപ്പോൾ ആ നബി തങ്ങളുടെ എന്തു വന്നാലും, ജനനമാസം വന്നാലും ജനന ദിവസം വന്നാലും ഒക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവുക.
അല്ലേ? അപ്പോൾ സ്വാഭാവികമായും അവിടെ വരുന്നത്, എന്നാൽ നിങ്ങളങ്ങനെ സന്തോഷിക്കുന്നു, എന്നാൽ പൂർവികർക്കാർക്കും ഇത് മനസ്സിലായില്ലേ, അവരാരും സന്തോഷിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. ഞാൻ ആ ഭാഗത്തേക്ക് പോവല്ല. പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യ റബീഉ വരുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നുകൂടെ അടുത്തറിയാൻ ശ്രമിക്കണം. അതാണ് എനിക്കെൻ്റെ പ്രിയപ്പെട്ട തദ്രീബിലെ എൻ്റെ സ്വന്തക്കാരോട് എനിക്ക് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ കൂടുതൽ അടുക്കണം. ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും നബി തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ആ നബി തങ്ങളുടെ മഹബത്ത്, സ്നേഹം കിട്ടാൻ ആവശ്യമായ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഓരോ റബീഉൽ അവ്വലും നമുക്ക് സഹായകമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, അവിടുത്തെ ജീവിതം, അവിടുത്തെ ദർശനം. അൽഹംദുലില്ലാഹ്, നമ്മുടെ നേതൃത്വം, നമ്മുടെ പ്രസ്ഥാനം അതിന് ഇഷ്ടം പോലെ വഴികൾ നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. ഓരോ പദ്ധതികളും ഓരോ പരിപാടികളുമായിട്ട് അതൊക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും നമ്മൾ ഭാഗവാക്കാകുകയും ചെയ്തുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരമാവധി അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നന്നായി നമ്മൾ മനസ്സിലാക്കുകയും അവിടുത്തോട് മഹബത്ത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തരത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക. മദ്ഹുകൾ പാടാം, അവിടുത്തെ പ്രകീർത്തിക്കാം, അവിടത്തേക്ക് കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടിക്കാം. മൗലിദോദനം, വീടുകളിലൊക്കെ മൗലിദോന്നുണ്ടാവില്ലേ? എല്ലാവരുടെയും വീട്ടിൽ മൗലിദോന്നില്ലേ? മൗലിദോദനം, മൗലിദോദിയാൽ വീട്ടിൽ വെച്ച് മൗലിദോദിയാൽ ഒരുപാട് പുണ്യങ്ങളാണ്. ഒരുപാട് നമ്മൾ കേട്ടതായതുകൊണ്ട് അപ്പോൾ അങ്ങോട്ട് വിശദീകരിക്കല്ല, ഒരുപാട് നമുക്കറിയാലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ എന്താവണം? നന്നായിട്ട് ആഘോഷിക്കണം, മൗലിദോദണം. അപ്പോൾ മൗലിദിൻ്റെ സദസ്സിൽ സ്വാഭാവികമായും നമ്മൾ ആളുകളൊക്കെ വരുമ്പോൾ, ഇനി വീട്ടുകാരാണെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കണം. കഴിയുന്ന ആളുകൾ കഴിവനുസരിച്ച് ഫുഡ് ഉണ്ടാക്കണം, അല്ലേ? ലോകത്ത് തന്നെ ഒരു അതിഗംഭീര മൗലിദ് പാരായണം, മൗലിദ് സദസ്സ് എത്രയാ? 5000 ആടും ലക്ഷക്കണക്കിന് കോഴികളെയും അങ്ങനെ വലിയ ഒരു മൗലിദ് സദസ്സ് ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് പരിപാടി കെങ്കേമെന്ന് പറഞ്ഞാൽ പോരാ, അല്ലേ? അതിനേക്കാൾ എന്തൊക്കെയോ പറയണം. അത്രയും വിപുലമാക്കിയ ഒരു മഹാനുണ്ടായിരുന്നു, മുളഫർ രാജാവ്. അവരെ കാലം മുതലാണ് അത്രയും വലിയ പരിപാടിയായിട്ട് റബീഉൽ അവ്വലിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന ദിവസത്തെ ആഘോഷം എന്തത് കെങ്കേമമാക്കിയത്. അത് കേട്ടിട്ട് ചില ആളുകളൊക്കെ പറയും ഹിജ്റ 300 ശേഷമാണ്, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തൊട്ട് 300 കൊല്ലം ഇങ്ങനെയൊന്നുമില്ലായിരുന്നു, 300 കൊല്ലത്തിന് ശേഷമാണ് നബിദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ ചിലർ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിങ്ങനെയുള്ള ആഘോഷമാണ്, അതിങ്ങനെയുള്ള ആഘോഷമാണ്. അതാ പറയുന്നതിൻ്റെ ബാക്കി ഭാഗം കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പാടണം, മൗലിദോദനം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. നമ്മൾ പാടണം. അൻത തത്ലുഉ ബൈനനാ في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. നമ്മൾ ധാരാളം അല്ലേ അങ്ങനെ ചൊല്ലണം, വളരെ മനോഹരമായി. മൗലിദൊക്കെ നമ്മൾ ആഘോഷിക്കണം, കൊണ്ടാടണം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നമ്മൾ വാങ്ങണം. അതിനാവശ്യമായ നീട്ടിപ്പരത്തി പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, സൂചിപ്പിച്ചു റബീഉൽ അവ്വൽ മാസമായതുകൊണ്ട് എന്ന് മാത്രം. അതുപോലെ നമ്മൾ ചൊല്ലുമ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സ്വലാത്ത് നോക്കി, സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. സ്വലാത്ത് ഒന്ന്, സലാം പറഞ്ഞ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലം എന്ന സീനാണ്, സ്വലാത്തിൽ സാദാണ്.
ചില ആളുകൾ മൗലായ സ്വല്ലി വസല്ലിം, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ. സ്വലാത്തും സലാമും മൗലായ സ്വല്ലി വസല്ലിം ആണ്, അല്ലാതെ മൗലായ സ്വല്ലി വസല്ലിം അല്ല. രണ്ടും സ്വതല്ല, ഒന്ന് സ്വലാത്ത് മറ്റൊന്ന് സലാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ജവാബ് ചൊല്ലുമ്പോൾ അല്ലേ, അല്ലാ അല്ലാ അല്ലാഹു, അവിടെ ഹ ഇല്ലാത്ത അല്ലാ അല്ലാ അല്ലാ, അല്ലാഹ് അല്ലാഹ് അല്ലാഹു, അല്ലാഹ് അല്ലാഹ് അല്ലാഹു, അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. എന്നാലും ട്യൂണൊക്കെ കിട്ടും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അക്ഷരങ്ങളൊന്നും മാറാതെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. ഓക്കെ. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം. സൂറത്തുൽ മാഇദ 90-ാമത്തെ ആയത്ത് മുതൽ അല്ലേ? ഓതിയാലോ? ശ്രദ്ധിക്കണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين. ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وآمنوا ثم اتقوا وأحسنوا والله يحب المحسنين. اللهم اجعلنا من المحسنين. اوكي. يا أيها الذين آمنوا. ഈ ആയത്ത് ഒന്ന് ഇങ്ങോട്ടൊക്കെ സ്ക്രീനിലേക്ക് നോക്കാതെ ഇങ്ങോട്ടൊക്കെ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മയക്കുമരുന്ന് അല്ലേ, കള്ള്, കഞ്ചാവ്, ഇങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഉപയോഗിക്കാൻ പാടില്ല. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ ഒരുപാട് ദിവസങ്ങളിലെ നിസ്കാരമടക്കം ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞ മയക്കുമരുന്ന്, കള്ള് എന്ന് മൊത്തത്തിലൊരു പേരാണ്. ലഹരി വസ്തുക്കൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അദാബ് അങ്ങനെയാണ് അള്ളാഹുവിന് എടുക്കുന്നത്. 40 ദിവസത്തെ നിസ്കാരവും ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ ആയത്ത് സാധാരണ നമ്മൾ ഓതുന്ന ആയത്താണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു എന്ന് സാദാണ്. ചില ആളുകളൊക്കെ വൽ അൻസാബു എന്ന് സീനാക്കാറുണ്ട്. അടുത്ത് നോക്കിയേ, വൽ അസ്ലാമു കഴിഞ്ഞ് റിജസും മിൻ അമലി ശൈത്വാൻ എന്നാണ്. റിജസുൻ എന്നാണ്. ചില ആളുകളൊക്കെ റിജസുൻ എന്ന് ഓതാറുണ്ട് തെറ്റായിട്ട്. റിജസുൻ എന്ന പദം ഖുർആനിൽ വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. റിജസ്
പക്ഷേ ഇത് റിജ്സുൻ എന്ന സീനാണ്. റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ. ഇന്നമാ യുരീദു ശൈത്താനു أن يوقع بينكم العداوة والبغضاء في الخمر والميسر. ഈ വൽ മൈസിർ എന്ന് പറഞ്ഞത് നിർത്തുമ്പോഴേ വൽ മൈസിർ എന്ന് പറയണേ. വൽ മൈസിർ എന്ന് റോയിനെ തൊടിപ്പിച്ച് പറയാൻ പാടില്ല. വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ്സലാഹ്. അവിടെ നിർത്തുമ്പോഴേ വഅനിസ്സലാഹ് എങ്ങനെ നിർത്തി? വഅനിസ്സലാഹ്. കാരണം ഹാത്ത ആണല്ലേ, രണ്ടു തരത്തിൽ ത വരും. അത് ഹാത്ത ബത ആയി വരും. ഹാത്ത ഇൽ നിർത്തുമ്പോൾ ത ഇൻ സ്വരം ഒരു ഹ ആയി മാറി വരും. പഠിച്ചു. ഫഹൽ അൻതും മുൻതഹൂൻ. ഫഹൽ അന്തും മുന്തഹൂൻ. ചില ആളുകൾ നോക്കിയേ, നിങ്ങൾ കേട്ടില്ലേ? ഫഹൽ അന്തും മുന്തഹൂൻ. അന്തും മുന്ത, അന്തും മുന്ത. എന്തൊരു അന്തവും കുന്തമാണിത്. സുബ്ഹാനല്ലാഹ്. അൻതും മുൻത ഫഹൽ അൻതും മുൻതഹൂൻ. വഅതീഉ അല്ലാഹ വഅതീഉ റസൂല വഹ്ദറൂ. വഹ്ദറൂ എന്നിടത്തൊക്കെ നിർത്തുമ്പോഴേ വഹ്ദറൂ എന്ന് ഹാ വരരുത്. فإن توليتم فإن توليتم فإن إن نو فإن توليتم فاعلموا أنما على رسولنا البلاغ المبين. പിന്നെയോ പിന്നെയുള്ള നോക്കി ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا. എങ്ങനെ إذا ما اتقوا وآمنوا وعملوا الصالحات. നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. വഅമിലു എന്നുള്ളിടത്ത് വഅമിലു അമിലു അതിന് സുക്കൂനാവാൻ പാടില്ല. സുമ്മ തഖൗ വആമനു സുമ്മ തഖൗ വഅഹ്സനു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഹ്സിനീൻ. പഠിച്ചവനെ, ഇഹ്സാൻ ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. എന്താ ഇഹ്സാൻ? എന്താണ് ഇഹ്സാൻ? ഒരുപാട് വിശാലമായ മീനിങ് ആണത് അല്ലേ? ഒരുപാട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് വന്നില്ലേ നബി തങ്ങളുടെ അടുത്തേക്ക് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മല്ലേ? അന്ന് ജിബ്രീൽ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ? എന്നിട്ടോ എന്ത് ചെയ്തു? നബി തങ്ങളുടെ അടുത്തേക്ക് എത്രയോ തവണ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു വരവുണ്ടായിരുന്നല്ലോ, അത് വല്ലാത്തൊരു വരവായിരുന്നു. ഏത് വരവ്? സഹാബത്തൊക്കെ ഉണ്ട്, ആ കൂട്ടത്തിലേക്ക് വരുന്നു. ആർക്കും അറിയില്ല, സഹാബത്തിന് ആർക്കും അറിയില്ല ഇത് ജിബ്രീലാണെന്ന് അല്ലേ? തീരെ കാണാത്ത പരിചയമില്ലാത്ത ശുഭ്രവസ്ത്രധാരിയായ ലാ യുറാ അലൈഹി അസറു സഫർ. യാത്രയുടെ ഒരു 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 ക്ഷീണമോ അടയാളമോ ഒന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്നില്ല, വസ്ത്രത്തിലും കാണുന്നില്ല. എന്നാലോ അടുത്ത നാട്ടുകാരനുമല്ല, ദൂരെ നിൽക്കുന്ന വന്ന ആളായിരിക്കണം. കാരണം ആ നാട്ടുകാരനല്ല, ഉറപ്പാണ്, ആർക്കും പരിചയമല്ല. എന്നാൽ അത്ര ദൂരെ നിന്ന് വരുന്ന ആളാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന യാത്രാക്ഷീണവും ഒക്കെ ഉണ്ടാവുമല്ലോ, അതും കാണുന്നില്ല. നബി തങ്ങളുടെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് നബി തങ്ങളോട് കുറേ കാര്യങ്ങൾ ചോദിച്ചില്ലേ അല്ലേ? ഈമാൻ എന്താണ് നബിയെ? ഇസ്ലാം എന്താണ്? ഇസ്ലാം കാര്യങ്ങൾ എത്ര, ഈമാൻ കാര്യങ്ങൾ എത്ര ഒക്കെ ചോദിച്ചു അല്ലേ? ആ കൂട്ടത്തിൽ ചോദിച്ചില്ലേ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ നബിയെന്ന്? ഇഹ്സാൻ. അപ്പം എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ ഇബാദത്ത് ചെയ്യുമ്പോഴേ നീ ഇബാദത്ത് ചെയ്യുമ്പോൾ, ഉദാഹരണം സ്കരിക്കുമ്പോഴും നോമ്പ് വെക്കുമ്പോഴും ഇഷ്ടം പോലെ ഖുർആൻ ഓതുമ്പോഴും ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും നീ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന നിലയ്ക്ക് ഇബാദത്ത് ചെയ്യണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം?
അങ്ങനെ ചെയ്യുമ്പോൾ വളരെ കൃത്യമായി സുന്നത്തുകളൊന്നും ഒഴിവാക്കാതെ വളരെ ഭക്തിയിൽ ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണേ ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ കുട്ടിയോട് ഉമ്മ പറയാം, മര്യാദക്ക് ശരിക്കും നിസ്കരിക്കുക, എല്ലാം ചൊല്ലി പറഞ്ഞ് കൃത്യമായി നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് ഉമ്മ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നിസ്കരിപ്പിക്കുകയാണ് ശരിക്കും. അപ്പോൾ ആ കുട്ടി പഠിച്ചതനുസരിച്ച് ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ഉമ്മ വഴക്ക് പറയുമോ മറ്റോ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്, ഉമ്മാനെ പേടിച്ചിട്ടാണ് സങ്കല്പിക്കുക നമുക്ക്. അങ്ങനെ എന്ത് ചെയ്യുക, കുട്ടി വളരെ കൃത്യമായി കൈയൊക്കെ എങ്ങനെ പൊക്കണം, എങ്ങനെ വെക്കണം, ഇതൊക്കെ ശ്രദ്ധിച്ചാണ് ഉമ്മാൻ്റെ അല്ലെങ്കിൽ ഉസ്താദിൻ്റെയൊക്കെ മുമ്പിൽ കുട്ടി നിസ്കരിച്ച് കാണിച്ചു തരാം അല്ലേ, കൃത്യമായിട്ട്. കാരണം നോക്കാൻ ആളുണ്ട്. അത് കാരണം ഇല്ലെങ്കിലോ, നോക്കാൻ ആരുമില്ലെങ്കിലോ ചിലപ്പോൾ ഒന്ന് ഹൈ സ്പീഡിലാവും, ചിലപ്പോൾ കൈ പൊങ്ങലൊക്കെ ഒരു അങ്ങനെയായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും എന്ത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും ആ നിലയ്ക്ക് ഇബാദത്ത് ചെയ്താലേ വളരെ വൃത്തിയായിരിക്കും അല്ലേ. നീ അങ്ങോട്ട് അള്ളാഹുവിനെ കാണുന്നില്ല, ശരി തന്നെയാണ്, പക്ഷേ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന നിലയ്ക്ക് നീ ഇബാദത്ത് ചെയ്യുക. ഇതാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയാണ്. അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്നവരാവണം നമ്മളെല്ലാവരും. അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്കാണ് മുഹ്സിൻ എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഇബാദത്തൊക്കെ 100ൽ 100 അല്ലേ, കറക്റ്റായിരിക്കും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു തആലയ്ക്ക് അവരെ വലിയ ഇഷ്ടമാണ്. അള്ളാഹുവേ നീ ഞങ്ങളെ മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. يا أيها الذين آمنوا ليبلونكم الله بشيء من الصيد تناله أيديكم ورماحكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك فله عذاب أليم. يا أيها الذين آمنوا لا تقتلوا الصيد وأنتم حرم ومن قتله منكم متعمدا فجزاء مثل ما قتل من النعم يحكم به ذوى عدل منكم هديا بالغ الكعبة أو كفارة طعام مساكين أو عدل ذلك صياما ليذوق وبال أمره عفى الله عما سلف ومن عاد فينتقم الله منه والله عزيز ذو انتقام. يا أيها الذين آمنوا ليبلونكم الله بشيء من الصيد. يا أيها الذين آمنوا ليبلونكم الله بشيء من الصيد تناله أيديكم ورماحكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك فله عذاب أليم. എപ്പോഴും പറയുന്ന കേട്ടോ, അദാബിനു പിറകെ അലീമാണുള്ളത്. പലരും അയിനായി മൊഴിയുന്നു. ഇല്ല, അദാബുൻ അലീമല്ല, അദാബുൻ അലീം. يا أيها الذين آمنوا لا تقتلوا الصيد وأنتم حرم. ശ്രദ്ധിക്കണം, നല്ല പ്രയാസമുണ്ട് ഈ ഭാഗം ഓതാൻ. يا أيها الذين آمنوا لا تقتلوا الصيد وأنتم حرم ومن قتله منكم متعمدا فجزاء مثل. എത്ര നിയമങ്ങളാ!
നോക്കിയേ, വമൻ ഖതലഹു ഇഖ്ഫാ മിൻകും മുതഅമ്മിദൻ ഫജസാഉം മിസ്ലു. ഇഖ്ഫാകൾ, ഇദ്ഗാം ബിഗുന്നകൾ, മദ്ദുകൾ, ശദ്ദുകൾ, ശദ്ദുള്ള മീമുകൾ എല്ലാമുണ്ട്. ഒന്നുകൂടെ കേട്ടോക്കിയേ, വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ ഫജസാഉം മിസ്ലു മാ ഖതല മിനൻ നഅം. നമുക്ക് ഒപ്പം ഒരുമിച്ച് ആ ഭാഗം നോതല്ലേ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ മണിക്കുന്നിടത്ത് ഇഖ്ഫാ ചെയ്യുന്നിടത്ത് നീട്ടുന്നിടത്തൊക്കെ നിങ്ങളുടെ കൂടെ വേണം. ആരും എൻ്റെ മുന്നിൽ ചാടാൻ പാടില്ല. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. നോക്കട്ടെ ആരാ ചാടുന്നത് നോക്കട്ടെ. റെഡി? വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ ഫജസാഉം മിസ്ലു മാ ഖതല മിനൻ നഅം. ഒരു ഒന്നോ രണ്ടോ ആളുകൾ, ആരാന്നറിയില്ല. ഒന്ന് രണ്ട് ഇഖ്ഫാ മുതഅമ്മി ഒഴിവാക്കിയ ആളുകളുണ്ട്, മുതഅമ്മിദൻ ഇഖ്ഫാ ഒഴിവാക്കിയ ആളുകളുണ്ട്. എല്ലാവരും അല്ല. മിനൻ നഅമി നൂനിന് ഫത്ഹാണ്, നിഅമല്ല ട്ടോ. യഹ്കുമു ബിഹി, യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും ഹദിയം ബാലിഗൽ കഅബതി ഔ കഫാറത്തുൻ ത്വആമു മസാകിൻ ഔ അദ്ലു ദാലിക സിയാമ ലിയദൂഖ വബാല അംരിഹി അഫല്ലാഹു അമ്മാ സലഫ് വമൻ ആദ ഫയന്തഖിമുല്ലാഹു മിൻഹു വല്ലാഹു അസീസുൻ ദുൻതിഖാം. കുറച്ചുകൂടെ, أحل لكم صيد البحر وطعامه متاعا لكم وللسيارة وحرم عليكم صيد البر ما دمتم حرما واتقوا الله الذي إليه تحشرون جعل الله الكعبة البيت الحرام قياما للناس والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم اعلموا أن الله شديد العقاب وأن الله غفور رحيم ما على الرسول إلا البلاغ والله يعلم ما تبدون وما تكتمون قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون صدق الله العظيم. ഓക്കേ, أحل لكم صيد البحر وطعامه متاعا لكم وللسيارة. أحل لكم حائل وحرم عليكم صيد البر ما دمتم حرما. എങ്ങനെ? وحرم عليكم صيد البر ما دمتم حرما واتقوا الله الذي إليه تحشرون جعل الله الكعبة البيت الحرام قياما للناس والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم. اعلموا أن الله اعلمون അറിയില്ലേ? أن الله شديد العقاب وأن الله غفور رحيم ما على الرسول إلا البلاغ
വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. പിന്നെ ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. ശ്രദ്ധിക്കണേ. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബി ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഫ്ലിഹീൻ. പടച്ചവനെ, നീ ഞങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതിനുള്ള കാരണമായി തദ്രീബ് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, മാതാപിതാക്കൾ, കൂട്ടുകാർ, കുടുംബക്കാർ, അള്ളാഹുവെ ഇഷ്ടജനങ്ങൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. പടച്ചവനെ, അതിന് കാരണമായി കബൂലാക്കണേ, തദ്രീബ് സ്വീകരിക്കണേ അല്ലാഹ്. പല പല ഭാഗത്തു നിന്നും, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അള്ളാഹുവെ നിൻ്റെ പരിശുദ്ധ ഖുർആനിനെ സ്നേഹിച്ച് ഖുർആൻ നന്നായി ഓതണമെന്ന ഒരൊറ്റ താല്പര്യത്തോടു കൂടി അള്ളാഹുവെ ഈ സദസ്സിലിരിക്കുന്ന ആയിരക്കണക്കായ മുത്തു മുഅ്മിനീങ്ങളാണ്. അള്ളാഹുവെ യാ റബ്ബ് യാ റബ്ബ് യാ അല്ലാഹ്, നീ കാവലാകണേ അല്ലാഹ്. എല്ലാ ഖൈറാത്തും നൽകണേ അല്ലാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. നിനക്കറിയാമല്ലോ അല്ലാഹ്. തദ്രീബിലെ മുഴുവൻ ആളുകൾക്കും നീ ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു വരണേ അല്ലാഹ്. ഷർറിൻ്റെ വാതിലുകളെ നീ അടക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, അള്ളാഹുവെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ട്, ബാധ്യതകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാം നീ പരിഹരിക്കണേ അല്ലാഹ്. നിൻ്റെ അടുക്കൽ പരിഹാരമുണ്ട്, നീ പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹ് പഠിച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. അല്ലാഹ് അള്ളാഹുവേ, വിവാഹപ്രായമെത്തിയ ഞങ്ങളുടെ മക്കൾക്ക്, ബന്ധപ്പെട്ടവർക്ക് സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ ബാധ്യതകളുണ്ട്, നീ വീട്ടിത്തരണേ അല്ലാഹ്. അതിനൊക്കെയുള്ള ഹലാലായ വഴികൾ നീ തുറന്നു തരണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെല്ലാവരെയും നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖൽറാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തുൽ ഐനൈനി മൽജവ മൻജവ മുർതഹൽ മുഷ്തഖി ഹിബ്ബ ثقليني أجمل خير الفريقين طه وياسين وحميم نبينا أنس الغريبين أبيض مولى الصالحين. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. സ്വല്ലി വസല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തില്ലാഹ് അദ്വമ നഹ്മദു യാ അല്ലാഹ്. ഹുബ്ബൻ വശൗഖൻ യാ റഹ്മത്തൽ ആലമീൻ ജിനക സല്ലല്ലാഹു അലൈക സല്ലമ നൂറല്ലാഹ്. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. നർജു സഅദതി മഹ്വ ശഖവാതി യാ ഖൈറ റസൂലില്ലാഹ് അലൈക ദായിമൻ സല്ലല്ലാഹ്. യാ റബ്ബി സല്ലിം
റസൂലില്ലാ അഷ്റഫിൽ ഖൽഖി റസൂലില്ലാ ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ സിദ് ലനാ ഹുബ്ബന ഇലൈഹി യാ റബ്ബന ആതീനാ ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ സിദ് ലനാ ഹുബ്ബന ഇലൈഹി യാ റബ്ബന ആതീനാ ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ്